ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് 2023-24 പരീക്ഷകളിൽ PSC റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ചോദ്യപേപ്പറിലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഭരണഘടനാ ഭേദഗതി എന്നുള്ള ഭാഗം. അപ്പോൾ ഇതുവരെ ഇനി LDC പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഫോക്കസ് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. കുറച്ച് പോയിന്റ്സ് ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് അതിൽ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം പഠിച്ചു പോവുകയാണെങ്കിൽ അതിലൊരു മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതൊരു റിവിഷനായിട്ട് എടുക്കുക. അല്ല, ഇതുവരെ ഈ ഒരു ഭാഗം ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ നോക്കി വയ്ക്കുക. ഇത് ഞാൻ 2020 മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2020 മുതൽ 2024 വരെയും PSC ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി എന്ന ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. 2 വീഡിയോസായിട്ട് 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായാലും നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അതേതാ? ആർട്ടിക്കിൾ 368. എങ്ങനെ ഭേദഗതി ചെയ്യാം? എങ്ങനെയാണ് 368 ഭേദഗതി ചെയ്യുന്നത്? അതിന് പ്രത്യേക നടപടിക്രമം വേണം. അപ്പോൾ പ്രത്യേക നടപടിക്രമം വഴിയാണ് ഈ ആർട്ടിക്കിൾ 368 ഭേദഗതി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്? അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റമില്ലാതെ ബാക്കി ഏത് ഭാഗങ്ങൾ വേണമെങ്കിലും നമുക്ക് ഭേദഗതി ചെയ്യാം. അപ്പോൾ ഈ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ വിധി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസ് എപ്പോഴാണ്? 1973 കേശവാനന്ദ ഭാരതി കേസ്. ഇനി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. അപ്പോൾ ഏത് ഭാഗവും നമുക്ക് ഭേദഗതി ചെയ്യാം, പക്ഷേ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും നമുക്ക് ഭേദഗതി ചെയ്യാം എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 24ാം ഭേദഗതിയാണ്. 24ാം ഭേദഗതി 1971. 1971 24ാം ഭേദഗതിയിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഭേദഗതിയിൽ പറഞ്ഞതാണ് ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണം. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ബില്ല് നമ്മൾ രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ അത് രാഷ്ട്രപതി നിർബന്ധമായിട്ടും അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞ ഭേദഗതിയും ഏതാണ്? 24ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 26ാം ഭേദഗതി. അതും 1971 ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. 26ാം ഭരണഘടനാ ഭേദഗതി അതായത് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് സമ്പ്രദായം നിർത്തലാക്കി. പ്രിവി പേഴ്സ് സമ്പ്രദായം നിർത്തലാക്കിയത് 26ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 26ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത്? പ്രിവി പേഴ്സ് നിർത്തലാക്കിയെന്നുകൂടി. ഓക്കെ, അപ്പോൾ ഭരണഘടനയിൽ നിന്നും PSC മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിക്കാറുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയല്ലാത്ത പ്രസ്താവനകൾ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താ തന്നിട്ടുള്ളത്? ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20 ആണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് ഇതാണ് അല്ലേ? ഫസ്റ്റത്തെ ശരിയാണ്. ഭാഗം 20ലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നത്. പിന്നെ ഈ ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? പ്രസിഡന്റിനല്ല, പാർലമെന്റിനാണ്. പാർലമെന്റിനാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത്. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്?
ഓക്കെ, ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം പാർലമെന്റിൻ്റെതാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. ഇനി ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഇതിന് ഫസ്റ്റത്തെ 2 സ്റ്റേറ്റ്മെന്റ് നോക്കാം. നമുക്കറിയാം ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഒരു ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് അതിന് വ്യവസ്ഥയില്ല. അപ്പോൾ അതും ശരിയാണ്. പാർലമെന്റിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. ഇനി ഭരണഘടനാ ഭേദഗതി ചെയ്യാനായിട്ട് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുമില്ല. ഇതിൽ 4th സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. അതായത് ഈ ബില്ല് പാസ്സാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ അല്ലെങ്കിൽ ഇരുസഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പാടില്ല? സംയുക്ത മീറ്റിംഗ് നടത്താനായിട്ട് വ്യവസ്ഥയുണ്ട് എന്നാണ് ഇതിൽ തന്നിട്ടുള്ളത്. ശരിക്കും എന്താ? വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. സംയുക്ത മീറ്റിംഗ് നടത്താനായിട്ട് പാടില്ല. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കുക. ഇനി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓക്കെ, അപ്പോൾ ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം വെച്ചിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിലോ സംസ്ഥാന നിയമസഭയിലോ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ ഭേദഗതി നടപടികൾ ആരംഭിക്കാം. രണ്ടാമത്തത്, ബില്ല് ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാവുന്നതാണ്. ബില്ല് ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. ഇനി ഇരുസഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ബില്ല് പാസ്സാക്കുന്നതിന് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം നടത്താൻ വ്യവസ്ഥയില്ല. അത് ശരിയാണ്, നമ്മൾ നേരത്തേൽ കണ്ടു അല്ലേ? അതിൽ വ്യവസ്ഥയുണ്ട് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തെറ്റാണ്. അപ്പോൾ വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഇനി പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിലോ സംസ്ഥാന നിയമസഭയിലോ ബില്ല് അവതരിപ്പിക്കാം. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയുടെ നടപടികൾ ആരംഭിക്കുമ്പോൾ നമുക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ നമുക്ക് ബില്ല് അവതരിപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിലാണ് ബില്ല് അവതരിപ്പിക്കേണ്ടത്. സംസ്ഥാന നിയമസഭയിലെ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഈ ബില്ല് ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാം. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി ബില്ല് ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ തന്നെ പാസ്സാക്കും വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുക. ആ സഭയിൽ നമുക്ക് ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാം. ആ ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. ഇനി ഈ പാസ്സാക്കിയ ബില്ല് നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കും? പ്രസിഡന്റിന് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. പ്രസിഡന്റ് നിർബന്ധമായും അതിന് അംഗീകാരം നൽകുകയും വേണം. അത് നിർബന്ധമായും അംഗീകാരം നൽകണം എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 24ാം ഭേദഗതിയാണ് 1971. അപ്പം അതും കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത്, പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ്? പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷം വേണോ? ലളിതമായ ഭൂരിപക്ഷം വേണോ? അതോ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവും വേണോ? അപ്പോൾ പൗരത്വം ഏറ്റെടുക്കുക അവസാനിപ്പിക്കുക എന്നതിനൊക്കെ എന്തു മതി? പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം മാത്രം മതി. അപ്പോൾ നമുക്ക് 3 തരത്തിലാണ് ഭേദഗതികൾ. എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം? ഒന്ന്, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ പറ്റുന്നതുണ്ട്. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ പറ്റുന്നതുണ്ട്. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതത്തോടെയും പാസ്സാക്കാൻ പറ്റുന്ന ഭേദഗതികളും ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ പറ്റുന്നതാണ്. ഇത് നിർബന്ധമായിട്ടും നോട്ട് ചെയ്യണം. എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതും മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടതും. അതിന് പ്രത്യേക ഭൂരിപക്ഷം വേണം. അപ്പോൾ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഹാജരായി വോട്ട് ചെയ്തവരിൽ 3ൽ 2 പേര് അനുകൂലിക്കുമ്പോഴാണ് പ്രത്യേക ഭൂരിപക്ഷം വരുന്നത്. ഇനി അവിടെ ഹാജരായി വോട്ട് ചെയ്തവരിൽ 50% ആൾക്കാർ അനുകൂലിക്കുന്നതിനെയാണ് നമ്മൾ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പകുതി അംഗങ്ങൾ അനുകൂലിക്കുക. ഇതിൽ 3ൽ 2 അംഗങ്ങൾ അനുകൂലിക്കുമ്പോഴാണ് പ്രത്യേക ഭൂരിപക്ഷം. അങ്ങനെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ പറ്റുന്നതാണ് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതും മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടതും. ഇനി കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, പിന്നെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പൗരത്വത്തിൻ്റെ കാര്യം, പൗരത്വം നിർത്തലാക്കലും
അതുപോലെ തന്നെ കൊടുക്കലുമൊക്കെ ഉള്ളത്. ഇനി പാർലമെൻറ്റിലേക്ക് നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പും സംസ്ഥാനങ്ങളുടെ രൂപീകരണവും പിന്നെ അതുപോലെ തന്നെ പ്രസിഡന്റ്, ഗവർണർ, ഇവരുടെ ശമ്പളം, അലവൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ കഴിയുന്നതാണ്. ഇനി പ്രത്യേക ഭൂരിപക്ഷത്തോടെയും സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയും പാസ്സാക്കാൻ പറ്റുന്നതാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, GST കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി ഇതൊന്ന് ഓർത്തിരിക്കുക, ഭരണഘടനയും അതിൻ്റെ നടപടിക്രമങ്ങളും ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭരണഘടനയും അതിൻ്റെ നടപടിക്രമങ്ങളും ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം അതെങ്ങനെ പാസ്സാക്കാൻ പറ്റുന്നതാണ്? പ്രത്യേക ഭൂരിപക്ഷത്തോടെയും സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയും പാസ്സാക്കാൻ പറ്റുന്നവയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ആദ്യം പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 73, 74 ഭേദഗതികളാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏതെല്ലാം എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കുക, എന്താ 73 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകുന്നതാണ്. 74 ആണെങ്കിൽ മുനിസിപ്പാലിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് 73, മുനിസിപ്പാലിറ്റി 74. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താ 11ാം പട്ടിക. ഓക്കെ, അത് 73മായി ബന്ധപ്പെട്ടതാണ് 11ാം പട്ടിക. 12ാം പട്ടിക ഏതാ? 74മായി ബന്ധപ്പെട്ടതാണ്. 9ാം പട്ടിക അതെന്തുമായി ബന്ധപ്പെട്ടതല്ല? 73, 74മായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇവിടെ 2 ഇതിൽ പെടാത്തത് 2. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം അതിൽ പെടുന്നതാണ്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം നമുക്കറിയാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ 243 ആണ്. അല്ല, 243 കെയും 243 ZAയും അത് ഇതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ 73, 74 അനന്തരഫലങ്ങളിൽ വരുന്നതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം, 11ാം പട്ടിക, 12ാം പട്ടിക. അപ്പോൾ ഈ 9ാം പട്ടിക എന്താണ്? 9ാം പട്ടിക എന്താണ്? ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. ഭൂപരിഷ്കരണം. അപ്പോൾ ഭൂപരിഷ്കരണം അത് ഏത് ഭേദഗതിയിലാണ് പറയണേ? 1ാം ഭേദഗതി. 1951 1ാം ഭേദഗതിയുടെ ഭാഗമായിട്ട് ഫോം ചെയ്തതാണ് എന്ത്? 9ാം പട്ടിക എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ 9ാം പട്ടിക 1951 1ാം ഭരണഘടനാ ഭേദഗതി ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി 73, 74 ഭരണഘടനാ ഭേദഗതികൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാകാതെ പോയ പഞ്ചായത്തി രാജ് നഗരപാലികയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതേതാണ്? 64ഉം 65 ആണെന്ന് പഠിച്ചിരിക്കുക കേട്ടോ. 64ഉം 65ഉമാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ഭേദഗതി. പക്ഷെ അതെന്ത് ചെയ്തില്ല? പാസ്സായിട്ടില്ലായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അപ്പോൾ ശരിയായത്, അപ്പോൾ 73 എന്ന് പറയുന്നത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പഞ്ചായത്തി രാജിൻ്റെ അനന്തരഫലമായിട്ടുള്ളതാണ് എന്ത്? ത്രിതല ഭരണ സമ്പ്രദായം. ത്രിതല ഭരണ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഉയർന്ന ഘടകം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ ത്രിതല ഭരണ സമ്പ്രദായം അതിൽ വരുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് മേൽഘടകം എന്ന് പറയുന്നതും. ഇനി മൂന്നാമത്തെ, എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ഇതതിൽ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓൺലി 1 and 2 എന്നുള്ളതാണ്. ത്രിതല ഭരണ സമ്പ്രദായം പ്രദാനം ചെയ്യുന്നു, ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. അടുത്തത് 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് കൂട്ടിച്ചേർത്തത്? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 73 എന്ന് പറയുന്നത് 11ാം പട്ടികയാണ്, 74 എന്ത്? 12ാം പട്ടിക. അപ്പോൾ 11ാമത്തെ പട്ടികയിലാണ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ 73 11ാം പട്ടികയിൽ എത്ര വിഷയങ്ങളാണ്? 29 വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ 74 18 വിഷയങ്ങളാണെന്ന് പഠിച്ചിരിക്കുക കേട്ടോ. 29 വിഷയങ്ങൾ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എത്ര വിഷയങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഈ പട്ടികയിൽ 29 വിഷയങ്ങളും 12ാം പട്ടികയിൽ 18 വിഷയങ്ങളുമാണ്. ഇനി നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭേദഗതി നമുക്കറിയാം. മുനിസിപ്പാലിറ്റിയാണ് പഞ്ചായത്ത് രാജാണ് 73, നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് 74. ഇനി താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 ഇത് ശരിയാണ്. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം. 1993 ഏപ്രിൽ 24 അപ്പോൾ പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്താ? ഏപ്രിൽ 24 കൂടി ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23 അതും ശരിയാണ്. 1994 ഏപ്രിൽ 23. ഇവിടെയാണെങ്കിൽ 93 ഏപ്രിൽ 24, ഇത് 94 ഏപ്രിൽ 23.
ഇനി 73-74 ഭേദഗതികൾ അംഗീകരിച്ച പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് ഈ 73-74 ഭേദഗതി അംഗീകരിച്ച പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയാണ്. അപ്പോൾ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു ആയിരുന്നു കേട്ടോ. PV നരസിംഹറാവു ആയിരുന്നു. ഓക്കെ, PV നരസിംഹറാവു ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു 73-ാം ഭേദഗതി നിലയിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. 74-ാം ഭേദഗതി നിലയിൽ വന്നത് 1993 ജൂൺ 1-നുമാണ്. ഇനി കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് വന്നത് 1994 ഏപ്രിൽ 23-നാണ്. നഗരപാലിക ആക്ട് ഇത് പഠിക്കണം. മുനിസിപ്പാലിറ്റി ആക്ട് കേരളത്തിൽ. ഓക്കെ, കേരള മുനിസിപ്പാലിറ്റി ആക്ട് വന്നത് എന്നാ 1994 മെയ് 30-നാണെന്നും ഓർത്തിരിക്കുക. മെയ് 30-നുമാണ്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. 73 എന്ന് പറയുന്നത് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധപ്പെട്ടതാണ്. 74 മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലികയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി 73, 74 ആ സമയത്തെ PM ആരായിരുന്നു? പ്രധാനമന്ത്രി PV നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയുമായിരുന്നു. 73-ൽ ആഡ് ചെയ്തത് 11-ാം പട്ടികയും 74-ൽ 12-ാം പട്ടികയുമാണ്. 11-ാം പട്ടികയിൽ 29 വിഷയങ്ങളും 12-ാം പട്ടികയിൽ എത്ര വിഷയങ്ങളാണ്? 18 വിഷയങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇനി വേണമെങ്കിൽ 73-മായി ബന്ധപ്പെട്ട അനുച്ഛേദം ഇത് എക്സ്ട്രാ വേണമെങ്കിൽ പഠിക്കാം. ഇത് ഇത്രയും പോയിന്റ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി 73-ൽ ഉൾപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 243 മുതൽ 243 O വരെയാണ്. 74-ലാണെങ്കിൽ 243 P മുതൽ 243 ZG വരെയാണ്. ഓക്കെ, അപ്പോൾ 73-ലും 74-ലും ഉൾപ്പെട്ട അനുച്ഛേദങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ 73-ാം ഭേദഗതിയിലും 74-ാം ഭരണഘടനാ ഭേദഗതിയിലും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എത്രാമത്തെയാണ്? 86-ാമത് ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 86-ാമത് ഭരണഘടനാ ഭേദഗതി അംഗീകാരം ലഭിച്ച ആ വർഷം കൂടി ഓർത്തിരിക്കുക. 2002-ലാണ്. 2002 ഡിസംബർ 12. ഇപ്പോൾ 2002 ഡിസംബർ 12-നാണ് 86-ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത്. അതെന്തിനെ പറ്റിയാണ് പറയുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണ്. അപ്പോൾ 6 മുതൽ, അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ വേറെ ചോദിച്ചിട്ടുള്ളതാണ് 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ് നമ്മുടെ മൗലിക കടമയാക്കി മാറ്റിയത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അപ്പോൾ 1 മാത്രം, ഇതൊന്നും അതുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ, ഇനി വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം. അത് ശരിയാണ്, നമ്മൾ കണ്ടതാണ്. ഇനി ഈ ഭേദഗതി പാസ്സാക്കിയത് 2014-ലാണ്. ഇത് തെറ്റാണ് അല്ലേ? നമുക്കറിയാം 2002-ലാണ്. അപ്പോൾ തന്നെ ആൻസർ കിട്ടി. 4ആണ് ആൻസർ. ബാക്കിയുള്ളതും കൂടി നോക്കുക. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് രക്ഷാകർത്താക്കളുടെ കടമയായി മാറി. ഇനി ഈ ഭേദഗതിയിലൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? 21A ആണ്. അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ 2002 ഡിസംബർ 12-നാണ് ഇതിന് അംഗീകാരം ലഭിച്ചത്. എന്താ? മൗലിക കടമയായിട്ട് നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം നമ്മുടെ മൗലിക കടമയായിട്ട് ഏർപ്പെടുത്തി. അതായത് മൗലിക അവകാശമായിട്ട് കൊണ്ടുവന്നു. പിന്നെ രക്ഷിതാക്കളുടെ കടമയായിട്ട് മാറി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വകുപ്പാണ് 21A. ഇതും കൂടി ഓർത്തിരിക്കുക. 21A നമ്മൾ ആഡ് ചെയ്തു. ഇനി അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 21A കൂട്ടിച്ചേർത്തു, ശരിയാണ്. 2004-ൽ പാസ്സാക്കി, തെറ്റാണ്. 2002-ലാണ് പാസ്സാക്കിയത്. ഇനി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്തു. 45-ാമത്തെ വകുപ്പിൽ, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്, മൗലിക കടമകളിലാണ് ഇത് പറയുന്നത്. നമ്മുടെ കടമയായിട്ട് എന്തിനു കൊണ്ടുവന്നു? 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണം.
ഓക്കെ, ഈ 45-ാമത്തെ വകുപ്പ് വരുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് കേട്ടോ. 45-ാമത്തെ വകുപ്പ് നമ്മൾ ആഡ് ചെയ്തത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? 2002 അപ്പോൾ ഇതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായ കാര്യങ്ങൾ 86-ാം ഭരണഘടനാ ഭേദഗതിയിലെ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? 1 മൗലിക അവകാശമാക്കി. അപ്പോൾ മൗലിക അവകാശങ്ങൾ വരുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 3ലാണ് അല്ലേ? ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങൾ. അപ്പം നമുക്ക് എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അപ്പോൾ അതിന് നമ്മൾ ആഡ് ചെയ്ത വകുപ്പാണ് 21A എന്ന് പറയുന്നത്. പിന്നെ മൗലിക കടമയായിട്ട് എന്ത് കൂട്ടിച്ചേർത്തു? കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് രക്ഷാകർത്താക്കളുടെ കടമയായി. അപ്പോൾ കടമയെ പറ്റി നമ്മൾ പറയുന്നത് ഏതിലാണ്? ഭാഗം 4A കടമകളെ പറ്റി പറയുന്നത് ഭാഗം 4A 51A അല്ലേ? 51A ആണ്. അതിലെ തന്നെ 51AK 11ാമത്തെ കടമയായിട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. 11ാമത്തെ കടമയായിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്തത്? ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത്. അപ്പോൾ 51AK എന്താണ് നമ്മുടെ മൗലിക കടമയായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഈ 2002 ഭേദഗതി വരുത്തിയ മാറ്റങ്ങളാണ് ഭാഗം 3 മാറ്റം വരുത്തിയിട്ടുണ്ട്, ഭാഗം 4A മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ 45-ാമത്തെ വകുപ്പിൽ, അതാണ് ഇവിടെ പറയുന്നത്, ഈ 45-ാം വകുപ്പിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്തു. അപ്പം 45-ൽ മാറ്റം വരുത്തി. ഈ ആർട്ടിക്കിൾ 45 വരുന്നത് എവിടെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. അതായത് ഭാഗം 4ലാണ് ഇത് വരുന്നത്. അപ്പോൾ 2002 86-ാം ഭരണഘടനാ ഭേദഗതി ഭാഗം 3ലും ഭാഗം 4ലും 4Aയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭാഗം 3 21A കൂട്ടിച്ചേർത്തു, ഭാഗം 4 45-ൽ മാറ്റം വരുത്തി, ഭാഗം 4Aയിൽ 51AK 11ാമത്തെ കടമയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ആഡ് ചെയ്യുകയും ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ് 86-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇത് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താ? 86-ാം ഭേദഗതി പ്രകാരം വിഭാവനം ചെയ്ത അനന്തരഫലമായ നിയമനിർമ്മാണമാണ് RTE. ശരിയായ പ്രസ്താവനയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ വിദ്യാഭ്യാസം ഒരു സമകാലിക വിഷയമാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഈ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ കഴിയും. അതും ശരിയാണ്. ഇനി കുട്ടികളെ സ്കൂളിൽ വിടേണ്ടത് മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും നിർബന്ധ കർത്തവ്യമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വയ്ക്കുക. ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 86-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്താ? പ്രാഥമിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, പ്രാഥമിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് 6 വയസ്സ് മുതൽ, അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? നമ്മൾ പറഞ്ഞു മൗലികാവകാശമാണ്. അത് ഏതിലാണ്? 21Aയിലാണ്. അപ്പോൾ 21A എന്ന് പറയുന്നത് ഏത് മൗലികാവകാശമാണ്? നമുക്ക് 6 മൗലികാവകാശങ്ങളുണ്ട് അല്ലേ? 6 എണ്ണം ഉണ്ട്. അതിലേതിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. സമത്വത്തിനുള്ളതാണോ, സ്വാതന്ത്ര്യത്തിനുള്ളതാണോ, മതസ്വാതന്ത്ര്യത്തിനുള്ളതാണോ, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ളതാണോ? അപ്പോൾ നമുക്കറിയാം 14 മുതൽ 18 വരെ, പിന്നെ 19 മുതൽ 22 വരെ ഇതിലാണ് ഇത് പെടുന്നത് അല്ലേ? 21A എന്ന് പറയുന്നത് ഇതിലാണ് പെടുന്നത്. ഇത് സമത്വത്തിനുള്ളതാണ്. അപ്പോൾ ഇതെന്താ? സ്വാതന്ത്ര്യത്തിനുള്ളതാണ്. അപ്പോൾ ഈ 6 മുതൽ 14 വരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഏത് മൗലികാവകാശത്തിലാണ് പെടുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം ചോദിച്ചിട്ടാണ്. സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശത്തിലാണ് പെടുന്നത്. 21A ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കൂറുമാറ്റ നിരോധന നിയമം. അപ്പോൾ 52-ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. അതായത് 52-ാം ഭേദഗതി തന്നെയാണ് കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 52-ാം ഭേദഗതി. അപ്പോൾ ഈ 52-ാം ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴാണ്? 1985-ലാണ് നിലവിൽ വന്നത്. 1985. 52-ാം ഭേദഗതി 1985. അപ്പോൾ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു?
രാജീവ് ഗാന്ധി ആയിരുന്നു. ഓക്കെ, രാജീവ് ഗാന്ധിയുടെ കാലത്താണ്, രാജീവ് ഗാന്ധി ആയിരുന്നു. ആ സമയത്തെ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു പ്രസിഡന്റ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 52ാം ഭേദഗതി എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുമായി നമുക്ക് ആഡ് ചെയ്തിട്ടുള്ള പട്ടിക ഏതാണ്? 10ാമത്തെ പട്ടികയാണ്, 10th ഷെഡ്യൂളാണ്. അപ്പോൾ 10ാം പട്ടിക പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 10ാം പട്ടിക എന്ന് പറയുന്നത്. പിന്നെ 91ാം ഭേദഗതി, ഈ 52ാം ഭേദഗതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് 91ാം ഭേദഗതി എന്ന് പറയുന്നതും. അപ്പോൾ 91ാം ഭേദഗതി പ്രകാരം ഈ കൂറുമാറ്റ നിരോധന നിയമത്തിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ മുമ്പുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾക്ക് പരിഷ്കാരങ്ങൾ വരുത്തിയ ഭേദഗതിയാണ് 91ാം ഭേദഗതി. സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്, അത് ശരിയാണ്. സഭാധ്യക്ഷൻ മീൻസ് പ്രിസൈഡിങ് ഓഫീസറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, പ്രിസൈഡിങ് ഓഫീസർ. അപ്പോൾ പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുമ്പോൾ ലോകസഭയുടെ പ്രിസൈഡിങ് ഓഫീസർ ആരാണ്? സ്പീക്കറാണ്. രാജ്യസഭയുടെ ആണെങ്കിൽ ലോകസഭയുടെ സ്പീക്കറാണ്, രാജ്യസഭയുടെ ആണെങ്കിൽ ആരാ? നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് അല്ലേ, ചെയർപേഴ്സൺ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പോൾ 52ാം ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1985 1985 രാജീവ് ഗാന്ധിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ആഡ് ചെയ്ത പട്ടിക എന്ന് പറയുന്നത് 10th ഷെഡ്യൂളാണ് ആഡ് ചെയ്തത്. ഇനി പ്രിസൈഡിങ് ഓഫീസറാണ് അവിടുത്തെ കേസുകളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇതിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയാണ് 91ാം ഭേദഗതി. അപ്പോൾ 91ാം ഭേദഗതി ഏത് വർഷമാണെന്നും കൂടി ആലോചിക്കുക. 91ാം ഭേദഗതി പാസ്സാക്കിയത് 2003 നിലവിൽ വന്നത് 2004 പാസ്സാക്കിയത് 2003 നിലവിൽ വന്നത് 2004 ഓർത്തിരിക്കുക. അപ്പോൾ 52ാം ഭേദഗതി പ്രകാരം പ്രധാനമായിട്ടും മാറ്റങ്ങൾ സംഭവിച്ച അനുച്ഛേദങ്ങളും കൂടെ പഠിച്ചിരിക്കുക. ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 102 അതുപോലെ തന്നെ 191. 102 191 ഇമ്പോർട്ടൻ്റ് ആണ്. 102 191. 102 എന്താ പറയുന്നത്? പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെ പറ്റിയിട്ടാണ്. പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെ പറ്റിയിട്ടാണ് പറയുന്നത്. 191 നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ പറ്റിയിട്ടാണ് പറയുന്നത്. നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത, ഇത് പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത. ഓക്കെ, അപ്പോൾ ഈ കൂറുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ചിട്ട് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ കൊണ്ടുവന്ന ഭേദഗതിയാണിത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിജയിച്ചിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂറുമാറിയതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അത് നിരോധിക്കാൻ, അതിനെ തടയാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ കൂറുമാറ്റ നിരോധന നിയമം. അപ്പോൾ പാർലമെൻറ്റിൽ അങ്ങനെ അയോഗ്യരാക്കപ്പെട്ടവരെ പറ്റി പറയുന്നതാണ് 102. നിയമസഭയിലുള്ളതാണ് 191 ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 52ാം ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത്, നമുക്കറിയാം. 1990 നിലവിൽ വന്നത്, തെറ്റാണ്. 1985 ഇനി ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, ശരിയാണ്. പിന്നെ 107ാം ഭരണഘടനാ അനുച്ഛേദത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റി പ്രതിപാദിക്കുന്നു, അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാ? 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നതിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥകൾ കൊണ്ടുവന്നത്? കൂറുമാറ്റ വിരുദ്ധം, കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ 52ഉം 91ഉമാണ്. അപ്പോൾ ഇതിലുള്ളത് ഏതാ? 91 ഇതിൻ്റെ ആൻസർ. ഇനി മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി, അതാണ് ഈ 91ാം ഭരണഘടനാ ഭേദഗതി. അപ്പം നമ്മൾ പറഞ്ഞു 52 കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 91 അതിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പോൾ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടല്ലാതെ 91 പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ 91ാം ഭേദഗതി? നമ്മൾ പറഞ്ഞു 2003 പാസ്സാക്കിയത്, 2004 നിലവിൽ വന്നതും. അപ്പോൾ കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും മന്ത്രിമാരുടെ എണ്ണം, കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും മന്ത്രിമാരുടെ എണ്ണം യഥാക്രമം എവിടെയാണ്? കേന്ദ്രത്തിലാണെങ്കിൽ ലോകസഭയിലുള്ളതിൻ്റെ, അല്ലെങ്കിൽ സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന നിയമസഭയിലുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ 15% കൂടാനായിട്ട് പാടില്ല. അപ്പോൾ കേന്ദ്രത്തിൽ ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ടോ, ആ ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ടോ അതിൻ്റെ 15% കൂടാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന നിയമസഭകളിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. എന്ത്? മന്ത്രിമാരുടെ എണ്ണം, അവിടുത്തെ മന്ത്രിമാരുടെ എണ്ണം.
അപ്പോൾ കേരളത്തിൽ അപ്പോൾ എത്രയായിരിക്കും? അപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിൽ 21 മന്ത്രിമാരിൽ കൂടാനായിട്ട് പാടില്ല. കേരളത്തിൻ്റെ കേസിലാണെങ്കിൽ 21 മന്ത്രിമാരിൽ കൂടാനായിട്ട് പാടില്ല. പക്ഷെ അതുപോലെ തന്നെ 15% കൂടാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? 12 എണ്ണത്തിൽ കുറയാനും പാടില്ല. 12 എണ്ണത്തിൽ കുറയാനും പാടില്ല. 15% കൂടാൻ പാടില്ല, 12 എണ്ണത്തിൽ കുറയാനും പാടില്ല. അതായത് ഇപ്പോൾ ചില നിയമസഭകളൊക്കെ ഉണ്ട്, സിക്കിം, മിസോറാം, ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ നിയമസഭകളിലെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. 32, 40 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണുള്ളത്. വളരെ ചെറിയ എമൗണ്ട് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവരുടെ 15% എടുക്കുമ്പോൾ വളരെ ചെറിയൊരു വാല്യൂ വരുന്നത്. അപ്പോൾ ആ കേസിലൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ആ സ്റ്റേറ്റുകളുടെ കേസിൽ ഏതൊക്കെയാണ്? സിക്കിം, ഗോവ തുടങ്ങിയവരുടെ കേസിലൊക്കെ മിനിമം 7 പേരെങ്കിലും വേണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി സ്റ്റേറ്റിലാണെങ്കിൽ 12 കുറയാനായിട്ട് പാടില്ല. പക്ഷെ അവിടുത്തെ അംഗങ്ങളുടെ 15% കൂടാനും പാടില്ല. ഇനി ചില സംസ്ഥാനങ്ങൾ, സിക്കിം, ഗോവ ഒക്കെ പോലുള്ള സംസ്ഥാനങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അവരുടെ 15% എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വില, 3, 4 എണ്ണമൊക്കെയാണ് കിട്ടുക. അപ്പോൾ അത് പാടില്ല. മിനിമം 7 അവിടെ ഉണ്ടായിരിക്കണം. ഏതൊക്കെ? സിക്കിം, മിസോറാം, ഗോവ തുടങ്ങിയ ചെറിയ സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം 7 ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതും ഏതാണ്? 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ 91 നമ്മൾ മെയിനായിട്ട് എന്താ? കൂറുമാറ്റത്തിന് കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ഈ മന്ത്രിമാരുടെ എണ്ണത്തിൻ്റെ കേസ് പറയാം. 15% കൂടാനും 12 കുറയാനും പാടില്ല. ചെറിയ സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ മിനിമം 7 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ കേരളത്തിൽ എത്ര മന്ത്രിമാർ കൂടാൻ പാടില്ല? 21 മന്ത്രിമാരിൽ കൂടാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കൂറുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതിൽ മത്സരിച്ചിട്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോഴാണ് കൂറുമാറിയതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ വരുമ്പോൾ ഈ 52ാം ഭേദഗതി 1985 52ാം ഭേദഗതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുമായിട്ട് ലയിക്കുക. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു പാർട്ടിയുമായിട്ട് ലയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരംഗം തൻ്റെ പാർട്ടിക്ക് പുറത്തു പോയാൽ അത് കൂറുമാറിയതായിട്ട് കണക്കാക്കില്ല ഈ ഒരു കേസിൽ. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി വേറൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ലയിച്ചു. ഓക്കെ, ഇതിൽ ലയനം സംഭവിച്ചു. ഇങ്ങനെ ലയനം സംഭവിച്ചിട്ട് ഒരംഗം വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത് കൂറുമാറ്റത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് 52ാം ഭേദഗതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 91ാം ഭേദഗതിയിൽ 2003 91ാം ഭേദഗതിയിൽ ഇതെന്തായി? ഇങ്ങനെ ലയനം സംഭവിച്ച് ഒരാൾ വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയാലും അത് കൂറുമാറ്റത്തിൻ്റെ പരിധിയിൽ വരും എന്നാക്കി മാറ്റി. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പരിഷ്കാരമാണിത്. 52ാം ഭേദഗതിയിൽ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ ലയനം സംഭവിച്ച് പുറത്തോട്ട് പോയാലും അത് അതിൻ്റെ അധികാര കൂറുമാറ്റത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നായിരുന്നു. പക്ഷേ 91 എന്ത് പറഞ്ഞു? അത് കൂറുമാറ്റത്തിൻ്റെ പരിധിയിൽ വരും എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കൂറുമാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ 5 വർഷത്തേക്ക് വീണ്ടും നിയമിക്കില്ല. കൂറുമാറ്റ നിരോധന പ്രകാരം അയോഗ്യനാകപ്പെടുന്ന ഒരു MP-യോ MLA-യോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയും ഈ 91 അതായത് അയോഗ്യനാക്കപ്പെട്ട ഒരാളെ ഇനി എന്താണ്? കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായിട്ട് നിയമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഭേദഗതിയും 91ാം ഭേദഗതിയാണ്. അതുപോലെ തന്നെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയിലും ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന വ്യക്തിക്ക് അലങ്കരിക്കാൻ സാധിക്കില്ല.